The last one is Priyadarshini scheme എന്ന് പറഞ്ഞ് നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു സംഗതി ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നു. അതായത് KSRTC ബസ്സിൽ ജെൻഡർ ബേസിൽ ഇത് കൊടുക്കുകയാണ്, ബെനിഫിറ്റ്സ് കൊടുക്കുകയാണ്. അതായത് സൗജന്യം ജെൻഡർ ബേസിൽ നിങ്ങളുടെ എക്സ് ക്രോമസോം ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഇനി XX ക്രോമസോം ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞാലും ടിക്കറ്റ് എടുക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഞാനൊരു പുരുഷനാണ്, സ്ത്രീ ശരീരമാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ സ്ത്രീയാണ് പുരുഷ ശരീരമാണ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനും സ്ത്രീകൾക്കും ടിക്കറ്റ് എടുക്കണ്ട. ഓക്കെ, നല്ല കാര്യം. വാട്ട് അബൌട്ട് ദിസ് പുരുഷൂസ്? ഈ പുരുഷൂസ് ടിക്കറ്റ് എടുക്കണം. നോക്കൂ, ഒരു രാജ്യത്തെ ഒരു ജനതയെ, ഈ സ്ത്രീകളെന്നൊക്കെ പറയുന്നത് നമ്മളുടെ അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും സുഹൃത്തുക്കളും ഒക്കെയാണ്. നമ്മളുടെ വീടുകളിൽ നിന്നാണ് അവരിറങ്ങിപ്പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഓക്കെ, ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തെ സഹായിക്കാനായിട്ട് മറ്റൊരു വിഭാഗത്തെ പൊളിറ്റിക്കലായിട്ടും മോറലായിട്ടും ഡീഗ്രേഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉഡായിപ്പുകൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നല്ല. കാരണം ഇതിനകത്ത് വ്യക്തമായൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഒന്ന്, നിങ്ങളുടെ ക്രോമസോം അനുസരിച്ച്, നിങ്ങളുടെ ജെൻഡർ അനുസരിച്ച് നിങ്ങൾ ഇൻജസ്റ്റിസിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ പണ്ടും ടിക്കറ്റ് എടുത്തല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും ടിക്കറ്റ് എടുത്തും പോയാൽ പോരെ? അങ്ങനെയല്ല നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, ആണോ? ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓഫീസിൽ നിങ്ങളെല്ലാം ചോറ് കൊണ്ടുവന്നു, ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്ന് തുറന്ന് കഴിക്കുന്നു. അപ്പോൾ ഒരു ദിവസം പറയുകയാണ്, നിങ്ങളുടെ എംപ്ലോയർ പറയുകയാണ്, ചില ഈ കുക്കു സീരിയലിലൊക്കെ കാണുന്നോണം, എല്ലാ എംപ്ലോയീസിനും ഉച്ചഭക്ഷണം കമ്പനി കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുന്നു. അപ്പോൾ കുറച്ച് പേരോട് വേറെ അത് കഴിഞ്ഞൊരു സർക്കിൾ വരുന്നു. ഓക്കെ, ഇതേ നാളെ തൊട്ട് ഇത് വനിതാ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ. പുരുഷ ജീവനക്കാർക്ക് ഒന്നുകിൽ നിങ്ങൾ പഴയത് ചെയ്യാനല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയൊരു തുക വേണം എന്ന് പറഞ്ഞാലും, അപ്പോൾ നിങ്ങളത് പഴയ രീതിയിൽ നിങ്ങൾ ചോറ് കൊണ്ടുവരേണ്ടി വരും, വനിതാ ജീവനക്കാർക്ക് ഫ്രീ ആവും. അപ്പോൾ നിങ്ങളത് വിചാരിക്കും, എന്ത് കുഴപ്പമില്ല, ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്നിരുന്നാണ് ഇന്നും കൊണ്ടുവരണം, എന്താ പ്രശ്നം? അങ്ങനെയാണോ ചെയ്യുക? ലോകത്താരും അങ്ങനെയല്ല ചെയ്യുന്നത്. മനുഷ്യൻ്റെ ബ്രെയിൻ അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. നീതി സംബന്ധിച്ച, ഫെയർനെസ് സംബന്ധിച്ച, ജസ്റ്റിസ് സംബന്ധിച്ചുള്ള മനുഷ്യൻ്റെ ധാരണകളും സങ്കല്പങ്ങളും ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു വിഭാഗത്തെ ശിക്ഷിക്കുകയും മറുവിഭാഗത്തെ അവർക്കൊരു ₹1 കൂടുതൽ കൊടുത്താലും, ഒരു ചെറിയ സൗജന്യം ചെയ്താലും മറ്റുള്ളവരെ, അത് മനുഷ്യരുടെ മാത്രമല്ല പ്രൈമേറ്റുകളുടെ ഇടയിൽ ഈ പരീക്ഷണം നടത്തി നോക്കും. ഇത് ശരിയല്ല. ഇത് അൾട്ടിമേറ്റ്ലി റിസർവേഷൻ കണക്കാണ്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകും. ഇത് ഓരോരുത്തരുടെ മുഖം മുനുക്കാനോ അവരുടെ ഖ്യാതി വർദ്ധിപ്പിക്കാനോ അവരെന്തോ വലിയ സംഭവമാണെന്ന് കരുതാനായിട്ട് വല്ലവൻ്റെയും പൈസ, ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വല്ലവരുടെയും പൈസ, സ്വന്തം പൈസയാണെങ്കിൽ ഇങ്ങനെ ചിലവഴിക്കില്ല. ഇതവർ ചോദിച്ചല്ല. ഇവരിങ്ങനെ ഒരു സമരം, ഇവിടുത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്തതായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം എന്ന് ആരും ഇന്നേ അവരെ ചിന്തിക്കുകയോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പം ഇത് തങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് മൊത്തത്തിൽ സമൂഹത്തിനും എല്ലാ രീതിയിലും ഇറ്റ്സ് നോട്ട് എ ഗുഡ്. ഇത് ഒന്നാമത് ജസ്റ്റ് അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിൻ്റെ അല്ല, ജസ്റ്റ് അല്ല. ഇപ്പം ഇതിനകത്ത് തന്നെ പ്രശ്നം വന്നിരിക്കുന്നതാണ്, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ പറയുകയാണെങ്കിൽ ഇൻകം നോക്കുന്നില്ല എന്ന് വെച്ചാൽ ചീഫ് സെക്രട്ടറി വനിതയാണെങ്കിലും KSRTCയിൽ സൗജന്യമായിട്ട് പോകാം. എന്നാൽ അവിടുത്തെ ഒരു പിയൂണായിട്ടുള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അയാൾ ടിക്കറ്റ് എടുക്കണം. അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഈ ചീഫ് സെക്രട്ടറി സൗജന്യമാക്കാൻ അപേക്ഷിച്ചിരുന്നു? ഇല്ല. അവർക്കത് നാണക്കേടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അഡീഷണൽ സെക്രട്ടറി, അല്ലെന്നുണ്ടെങ്കിൽ കോളേജ് അധ്യാപിക, അത് എത്രയോ വലിയ ആൾക്കാരുണ്ട്. അവർക്ക് സൗജന്യം എന്ന് പറയുമ്പോൾ, സൗജന്യം എന്ന് പറയുമ്പോൾ ഏതൊരു സർവീസും സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ ആ സർവീസിൻ്റെ മഹത്വം തന്നെ ഇല്ലാതാവും അല്ലേ? അതിന് ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ ഒരു സൗജന്യം. ഇപ്പോൾ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇതിനകത്ത് പ്രധാന പ്രശ്നം, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ മാനേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂ, 100 ഡേയ്സിൻ്റെ പരീക്ഷണമാണ് വെച്ചിരിക്കുന്നത്. 750 കോടി രൂപ മുതൽ 800 കോടി രൂപ വരെ ആനുവലി വരുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. 750 കോടി മുതൽ 800 കോടി രൂപ വരെ ആനുവലി ഇതിനു വേണ്ടി മാത്രം വരുന്നത്. എന്താണ് ഇതിനകത്ത് പ്രൊഡക്ഷൻ? ഇത് സ്ത്രീകൾ ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് ഇത് ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ചൊവ്വും ഇതൊക്കെ വേണം. ഒരു മാസം 60 മുതൽ 75 കോടി രൂപ വരെ
ഗവൺമെൻറ് KSRTC കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അതിന് പരിഹാരം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. KSRTCയുടെ ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് ഭയങ്കര സംഭവമൊക്കെ നടത്തുമെന്ന്. അത് പിന്നെ എല്ലാവരും പറയുന്നതാണ്, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ KSRTC യഥാർത്ഥത്തിൽ ഈ മലബാർ റീജിയനിൽ 28% മാത്രമേ ഉള്ളൂ റൂട്ടുകളിൽ മാത്രമേ KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഈ KSRTCയിൽ സൗജന്യമാണ് സ്ത്രീകൾക്കെന്ന് പറയുമ്പോഴും ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. ഓർഡിനറി ബസ്സുകളിൽ അതെല്ലാം ഇനിയിപ്പോൾ ലേഡീസ് ബസ്സുകളായിട്ട് മാറും. അപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വരാൻ പോകുന്നത്, ഇത് ഒന്നാമതിനകത്ത് നീതിയില്ല. ഇതിനകത്തൊരു മര്യാദയോ നീതിയോ ഈ ഒരു പ്രോഗ്രാമിൽ മൊത്തത്തിലില്ല. ചോദിക്കാത്തൊരു സൗജന്യം, അടിച്ചേൽപ്പിക്കുന്ന ഒരു സൗജന്യം, അനഭലഷണീയമായ ഒന്ന്. പിന്നെ സൗജന്യമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാണ്ട് പറഞ്ഞോണം എന്തായാലും അത് കൊള്ളാം എന്നായിരിക്കും ആളുകൾ പറയുക. പക്ഷെ അതല്ല ഒരു സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാവിയൊക്കെ ലക്ഷ്യമിട്ട് നമ്മളൊരു എക്കണോമിക്കലായിട്ടോ സോഷ്യലായിട്ടുള്ള ഒരു മെഷർ കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു വിഷൻ ഉണ്ടായിരിക്കണം, അതിനൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. അതൊന്നും ഇതിനകത്തില്ല. ഇതിപ്പോൾ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ്. ഇവിടെ പലരും മൂന്നാറിൽ പോകാനും അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ KSRTC പോകാമെന്ന് പറഞ്ഞ് ട്രോളുകളൊക്കെ വന്നു. അന്നേ എല്ലാവർക്കും അറിയാം KSRTCയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ കൈവച്ചിട്ടില്ല. ഓർഡിനറി ബസ്സുകൾ ഇവിടെ കിടക്കുന്നു. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകളിലേക്ക് ഇനി പുരുഷന്മാർ കയറും, പുരുഷന്മാർ ടിക്കറ്റ് എടുക്കും. പിന്നെ സ്ത്രീകൾക്ക് കൂടി, സ്ത്രീകൾ പ്രധാനമായിട്ട് സഞ്ചരിക്കുന്ന ഈ KSRTC ബസ്സുകളിലേക്ക് കയറുന്ന പുരുഷന്മാരുണ്ടാവും. സ്ത്രീകൾ സഞ്ചരിക്കുന്നതുകൊണ്ട് കയറുന്ന പുരുഷന്മാരുണ്ടാവും. ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ പൊതുവിൽ ഇതൊരു ശോകമൂകമായ കാര്യമായിരിക്കും. ഇതൊരു സാമൂഹികപരമായ, സമൂഹത്തിൻ്റെ സാമ്പത്തികമായ, ക്ഷേമപരമായ ആംഗിളിൽ നോക്കിയാലും ഇത് ഗുണകരമല്ല. ഇതൊരു സ്വയം വീർപ്പിക്കലാണ്. ഇത് പ്രഖ്യാപിച്ചു നടപ്പിലാക്കും. ആൻഡ് സ്ട്രോങ്ലി, ഇനി എന്താണ് പറയുന്നത്, 100%ഒക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. അതിനേക്കാൾ വലിയ ശതമാനം വല്ലതും ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ കരുത്തുള്ള